ഈ കഥ നടക്കുന്നത് 2023 സെപ്റ്റംബർ മാസത്തിലാണ്. കൃത്യമായി പറഞ്ഞാൽ സെപ്റ്റംബർ 9-ാം തീയതി. തൊട്ട് തലേ ദിവസം, അതായത് 8-ാം തീയതിയാണ് പുതുപ്പള്ളി നിയമസഭാ നിയോജക മണ്ഡലത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നത്. ചാണ്ടി ഉമ്മൻ മികച്ച ഭൂരിപക്ഷത്തിൽ അവിടെ വിജയിച്ചു. നമുക്കറിയാം, കാലങ്ങളായി പുതുപ്പള്ളി എന്ന മണ്ഡലം അറിയപ്പെടുന്നത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻ ചാണ്ടിയുടെ പേരിലാണ്. അദ്ദേഹം അന്തരിച്ചതിന് ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പ്. അദ്ദേഹത്തിൻ്റെ മകനായ ചാണ്ടി ഉമ്മൻ സ്ഥാനാർത്ഥിയായി മണ്ഡലത്തിൽ മത്സരിക്കുന്നു. സഹതാപ വോട്ടുകളുടെ ഒരു കുത്തൊഴുക്കു തന്നെ മണ്ഡലത്തിൽ ഉണ്ടാകുമെന്ന് ചിന്തിക്കുന്ന ആർക്കും മനസ്സിലാകുന്ന കാര്യമാണ്. അങ്ങനെ തന്നെ സംഭവിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മികച്ച ഭൂരിപക്ഷത്തിൽ ചാണ്ടി ഉമ്മൻ മണ്ഡലത്തിൽ വിജയിച്ചു. ചാണ്ടി ഉമ്മൻ മണ്ഡലത്തിൽ വിജയിച്ചതിനൊപ്പം മറ്റൊരു കാര്യം കൂടി കേരള രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ചും കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സംഭവിച്ചു. സമൂഹ മാധ്യമങ്ങളെ കൃത്യമായി ഉപയോഗപ്പെടുത്തി എങ്ങനെ ഒരു വ്യക്തിക്ക് മുന്നോട്ടുള്ള തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ മുന്നേറാമെന്ന് തെളിയിച്ചു. അതായത്, നമ്മൾ മുകളിൽ പറഞ്ഞ തീയതി, ഈ പുതുപ്പള്ളി ഇലക്ഷൻ റിസൾട്ട് വന്ന സെപ്റ്റംബർ 8-ാം തീയതി മുതൽ മലയാളത്തിലെ പ്രാധാന്യമുള്ളതും പ്രാധാന്യമില്ലാത്തതുമായ എല്ലാ ഓൺലൈൻ മാധ്യമങ്ങളിലും നിറഞ്ഞു നിന്നത് ഒരേ മുഖമായിരുന്നു. അത് വിജയിച്ച സ്ഥാനാർത്ഥിയായ ചാണ്ടി ഉമ്മനോ, അതുപോലെ അന്നത്തെ KPCC പ്രസിഡന്റായ K. സുധാകരനോ, പ്രതിപക്ഷ നേതാവായ VD സതീശനോ ആരുമായിരുന്നില്ല. അത് രാഹുൽ മാങ്കൂട്ടം എന്ന രാഷ്ട്രീയ നേതാവായിരുന്നു. എല്ലാ മാധ്യമങ്ങളിലും ഒരേ ഫോട്ടോയും ഒരേ രീതിയിലുള്ള വിവരണവും പ്രസിദ്ധീകരിച്ച് വന്നപ്പോൾ അതിനെ സംബന്ധിച്ച് നിരവധി ചർച്ചകൾ സമൂഹ മാധ്യമങ്ങളിൽ തന്നെ ഉയർന്നിരുന്നു. സാധാരണയായി സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന കോൺഗ്രസ് പ്രസ്ഥാനം പ്രമോഷനുകൾ നടത്തുന്ന പതിവ് അതുവരെ വളരെ കുറവായിരുന്നു. എന്നാൽ അതൊരു മാറ്റത്തിൻ്റെ തുടക്കമായിരുന്നു. രാഹുൽ മാങ്കൂട്ടം എന്ന രാഷ്ട്രീയക്കാരനെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ മുകൾ തട്ടിൽ ഒരാളായി പ്രതിഷ്ഠിക്കുവാനുള്ള പ്രവർത്തനങ്ങളുടെ തുടക്കം. അതായത്, ഉമ്മൻചാണ്ടി മരണപ്പെട്ട ഒഴിവിലേക്ക് നടന്ന പുതുപ്പള്ളി നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പായിരുന്നു രാഹുൽ മാങ്കൂട്ടം എന്ന കൗശലക്കാരനായ രാഷ്ട്രീയ നേതാവിൻ്റെ അടുത്ത ഘട്ടത്തിലേക്കുള്ള, അതായത് നിർണായക ഘട്ടത്തിലേക്കുള്ള വളർച്ചയുടെ തുടക്കം. രാഹുൽ മാങ്കൂട്ടത്തിന് ആ സമയത്ത് ലഭിച്ച പ്രമോഷനുകളെല്ലാം പെയ്ഡായിരുന്നു എന്ന് വിവിധ ഇടങ്ങളിൽ നിന്നും ആരോപണങ്ങൾ ഉയർന്നിരുന്നു. എന്നാൽ ആ ആരോപണങ്ങളെയെല്ലാം അത്തരത്തിലുള്ള മറ്റു പ്രമോഷനുകളിലൂടെ ഈ പറയുന്ന പുതിയ കോൺഗ്രസ് കൂട്ടം മറയ്ക്കാൻ ശ്രമിച്ചതും നമുക്ക് കാണാൻ കഴിഞ്ഞു. ഇതിൻ്റെ ഫലം ലഭിച്ചത് 2 മാസങ്ങൾക്ക് ശേഷമാണ്. രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായി മാറി. മാസങ്ങൾ കഴിഞ്ഞപ്പോൾ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ മാങ്കൂട്ടത്തിന് സ്ഥാനാർത്ഥിത്വം ലഭിക്കുകയും MLA ആയി മാറുകയും ചെയ്തു. പെയ്ഡ് പ്രമോഷനുകളിലൂടെ വളർന്നു വന്ന നേതാവ് ഇപ്പോൾ ആരും ആഗ്രഹിക്കാത്ത വൃത്തികെട്ട രീതിയിൽ നിലം പതിച്ചിരിക്കുകയാണ്. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ പതനം അംഗീകരിക്കാൻ കോൺഗ്രസിലെ ഒരു വിഭാഗം തയ്യാറല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പാർട്ടിക്കുള്ളിൽ ഭൂരിപക്ഷം അംഗങ്ങളും ഇത്തരത്തിലുള്ള ചെയ്തികളെ അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള പ്രയത്നത്തിലാണ് ആ ഒരു വിഭാഗം. ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ അത്തരക്കാർ സഞ്ചരിക്കുമെന്നും സൂചനകൾ പുറത്തു വരുന്നുണ്ട്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ രാഹുൽ മാങ്കൂട്ടത്തെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കി ജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കുവാനുള്ള വലിയ ഒരു പദ്ധതി അണിയറയിൽ രൂപം കൊള്ളുന്നു എന്ന് തന്നെയാണ് സൂചനയിലൂടെ പുറത്തു വരുന്നത്. ആരോപണ വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണയുമായി കോൺഗ്രസിലെ വിഭാഗം നേതാക്കളാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നതെന്ന റിപ്പോർട്ടുകളാണ് എത്തുന്നത്. പഴയ ഗ്രൂപ്പല്ല കേട്ടോ, പുതിയ ഗ്രൂപ്പിൻ്റെ കാര്യമാണ് പറയുന്നത്. യുവതികളുടെ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രംഗത്തു വന്ന കോൺഗ്രസിലെ വനിതാ നേതാക്കളെ വിമർശിച്ച് മുതിർന്ന നേതാവ് MM ഹസൻ രംഗത്തെത്തിയത് ഇതിൻ്റെ ഭാഗമാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. വിഷയത്തിൽ പാർട്ടി നിലപാട് എടുക്കുന്നതിന് മുൻപ് വനിതാ അംഗങ്ങൾ രംഗത്ത് വന്നത് തെറ്റാണെന്നും ഹസൻ അഭിപ്രായപ്പെട്ടു. അതായത്, കോൺഗ്രസിനുള്ളിലെ വനിതാ നേതാക്കൾക്ക് അവരെ ബാധിക്കുന്ന ഇത്തരത്തിലുള്ള വളരെ ഗൗരവകരമായ വിഷയത്തിൽ പോലും അഭിപ്രായ സ്വാതന്ത്ര്യമില്ലെന്നാണ് ഹസൻ പറഞ്ഞത്. മാത്രമല്ല, അവർ പറഞ്ഞത് വ്യക്തിപരമായ അഭിപ്രായങ്ങളാണെന്നും പാർട്ടിയാണ് അന്തിമ തീരുമാനം എടുക്കുന്നതെന്നും ഹസൻ വ്യക്തമാക്കുകയും ചെയ്തു. മാത്രമല്ല, പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയ ഒരാളെ സംരക്ഷിക്കുമോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ലെന്നും ഹസൻ പറഞ്ഞു. അതെന്താ പ്രസക്തിയില്ലാത്തത്? പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഗൗരവകരമായ കുറ്റം ചെയ്തിട്ടായിരിക്കുമല്ലോ അത് സംഭവിച്ചിട്ടുണ്ടാവുക. അതല്ലാതെ ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ച് ഒരുപാട് പേരുടെ ജീവിതം നശിപ്പിക്കപ്പെട്ടു എന്ന് ആരോപണം കേട്ട് ഗർഭചിത്രം ഉൾപ്പെടെയുള്ള ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ നടത്തിയ ഒരു വ്യക്തി പാർട്ടിയെ അഭിമാനത്തിൻ്റെ കൊടുമുടിയിലല്ലല്ലോ എത്തിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടം, ഷാഫി പറമ്പിൽ തുടങ്ങിയ ടീമുകൾക്കൊപ്പം ഈ MM ഹസൻ മനസ്സുകൊണ്ട് സഞ്ചരിക്കാൻ ശ്രമിക്കുകയാണ്. പ്രായമായി അതിൻ്റെ ശാരീരിക അവശതകൾ ഉണ്ടെങ്കിലും
മനസ്സിൻ്റെ പ്രായം ഇപ്പോഴും 25. അതുകൊണ്ട് ഇതൊന്നും ഒരു പ്രശ്നമല്ല എന്നാണ് എം ഹസൻ പറയുന്നത്. കോൺഗ്രസ് ജനാധിപത്യ പാർട്ടിയാണ് എന്ന് പറയുമെങ്കിലും ഇക്കാര്യത്തിൽ ജനാധിപത്യം ഒട്ടുമില്ല എന്നാണ് ഹസൻജി പറഞ്ഞു വയ്ക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതൊന്നും ഹസനോ മറ്റേതെങ്കിലും കോൺഗ്രസ് നേതാക്കൾക്കോ പെട്ടെന്നുണ്ടായ ഉൾപ്രേരണയിൽ തോന്നിയ കാര്യങ്ങളായിരിക്കില്ല. ഇതെല്ലാം ഒരു പദ്ധതിയുടെ ഭാഗമാണ്. പദ്ധതിയുടെ പേര് വൈറ്റ് വാഷിംഗ് മാങ്കൂട്ടം. ഇതൊരു വലിയ പദ്ധതിയാണ്. പദ്ധതിയുടെ ഒരു ഭാഗമാണ് ഹസനിലൂടെ നമ്മളിപ്പോൾ കണ്ടത്. നേരത്തെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ച് രംഗത്ത് വന്നിരുന്നു. സമാനമായ ആരോപണമുയർന്ന CPM MLA മുകേഷിനെ നിയമസഭയിൽ വരാമെങ്കിൽ രാഹുലിനെ എന്തിനു വിലക്കണമെന്നായിരുന്നു സണ്ണി ജോസഫിൻ്റെ ചോദ്യം. ഒരു സുപ്രഭാതത്തിൽ ഉണർന്നു നോക്കിയപ്പോൾ താൻ KPCC പ്രസിഡന്റ് ആണെന്നറിഞ്ഞ് അന്തം വിട്ട സണ്ണി ജോസഫ് പിന്നെ ഇതല്ലാതെ മറ്റെന്തു പറയണമെന്നുള്ളതാണ്. മുകേഷ് നിയമസഭയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ പുള്ളിക്കാരന് കൂട്ടായി വിൻസെന്റും എൽദോസ് കുന്നപ്പള്ളിയും കൂട്ടിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഇവർ മറന്നുപോയെന്ന് തോന്നുന്നു. മാത്രമല്ല, അവർക്കെതിരെ ആരോപിക്കപ്പെട്ട കുറ്റകൃത്യങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വോയിസ് ഉൾപ്പെടെ പുറത്തു വന്ന് തെളിഞ്ഞ കുറ്റകൃത്യവും ഒന്നാണെന്ന് ഇവർ വിശ്വസിക്കുന്നുണ്ട്. സണ്ണി ജോസഫ് മാത്രമല്ല, UDF കൺവീനർ അടൂർ പ്രകാശും സമാന നിലപാടാണ് സ്വീകരിച്ചത്. രാഹുൽ നിയമസഭയിൽ പോകണമെന്ന അഭിപ്രായക്കാരനാണ് താനെന്നായിരുന്നു അടൂർ പ്രകാശിൻ്റെ പ്രതികരണം. ഇപ്പോൾ ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി കാണുമല്ലോ. ഇതെല്ലാം ഒരു വലിയ പദ്ധതിയുടെ ഭാഗമാണ് എന്ന കാര്യം. ലൈംഗികാരോപണങ്ങളുടെ പേരിൽ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയെ സംരക്ഷിക്കാനും പാർട്ടിക്കുള്ളിൽ സജീവമാക്കാനുമുള്ള നീക്കം അത്ര എളുപ്പത്തിൽ നടക്കുന്ന ഒന്നല്ല എന്ന് കോൺഗ്രസിലെ ഈ നേതാക്കൾക്കറിയാം. ഷാഫി പറമ്പിൽ MP ഗ്രൂപ്പ് നേതാക്കളുമായി നടത്തിയ ചർച്ചയിൽ ഇക്കാര്യത്തിൽ ധാരണയായി എന്നാണ് റിപ്പോർട്ട്. ഇതിൻ്റെ ആദ്യഘട്ടമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ നേതാക്കളുടെ പ്രസ്താവന. രണ്ടാം ഘട്ടം പാലക്കാട് മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ സജീവമാക്കി നിർത്തുക എന്നുള്ളതാണ്. ഇതിൻ്റെ ഭാഗമായി രാഹുലിനെ ഉടൻ പാലക്കാട്ടേക്ക് എത്തിക്കാനാണ് നീക്കം. MLA ആയ രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിൽ നിന്ന് ഏറെ നാൾ വിട്ടുനിന്നാൽ പാർട്ടിയും അടുത്ത ഭരണം പിടിക്കാമെന്ന പ്രതീക്ഷയും പ്രതിസന്ധിയിലാവുമെന്ന നിലപാടിലാണ് നേതാക്കൾ. ഇതൊഴിവാക്കാനാണ് ഗ്രൂപ്പ് നേതാക്കളുടെ പരിശ്രമം. ഇതിനായി വളരെ തന്ത്രപൂർവമുള്ള നീക്കമാണ് ഗ്രൂപ്പ് നടത്താൻ പോകുന്നത്. ഓണാഘോഷത്തിൻ്റെ ഭാഗമായി വിവിധ സംഘടനകളുടെയും ക്ലബ്ബുകളുടെയും അസോസിയേഷനുകളുടെയും പരിപാടികളിൽ രാഹുലിനെ പങ്കെടുപ്പിക്കാനാണ് തീരുമാനം. കഴിഞ്ഞ ദിവസം ഒരു വിവാഹത്തിൽ പങ്കെടുക്കാനായി ഷാഫി പറമ്പിൽ പാലക്കാട് എത്തിയിരുന്നു. മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല. സ്വകാര്യ പരിപാടിയിൽ പങ്കെടുക്കാൻ മാത്രമാണ് താൻ എത്തിയതെന്നായിരുന്നു പ്രതികരണം. ഈ പരിപാടിക്ക് ശേഷമാണ് മണ്ഡലത്തിലെ മുതിർന്ന ഗ്രൂപ്പ് നേതാക്കളുമായി ഷാഫി ചർച്ച നടത്തിയതെന്നാണ് വിവരം. അതിനുശേഷമാണ് ഈ പദ്ധതിയിലെ 3ാം ഘട്ടത്തിലേക്ക് കടക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെ നിയമസഭയിൽ എത്തിക്കുക. അതിൻ്റെ ഭാഗമായുള്ള പ്രസ്താവനകളൊക്കെ ഇപ്പോഴേ വന്നു കഴിഞ്ഞു. അതിൽ പലതും നമ്മൾ കേട്ടതുമാണ്. ഇക്കഴിഞ്ഞ ദിവസം ഹസനും അതിനെക്കുറിച്ച് പ്രതികരിച്ചിരുന്നു. നിയമസഭയിൽ പങ്കെടുക്കണോ വേണ്ടയോ എന്നത് രാഹുലിൻ്റെ തീരുമാനമാണെന്നാണ് ഹസൻ പറഞ്ഞത്. സ്വന്തം മുന്നണിയിലെ ആരോപണ വിധേയരെ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രിയാണ് രാഹുലിൻ്റെ രാജി ആവശ്യപ്പെടുന്നത്. എന്ത് യുക്തിയുടെ പേരിലാണ് മുഖ്യമന്ത്രി രാജി ആവശ്യപ്പെടുന്നത്? രാഹുലിനെതിരെ ഒരാളും പരാതി കൊടുത്തിട്ടില്ല. സംരക്ഷണം നൽകുമെന്നൊക്കെ പറഞ്ഞ് മുഖ്യമന്ത്രി പരാതിക്കാരെ തേടി ഇറങ്ങിയിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെയാണ് ഹസൻ പരിഹസിച്ചത്. പിന്നെ ഒരു മാസ് ഡയലോഗും കൂട്ടത്തിലുണ്ട്. ഷാഫി പറമ്പിലിനെ തടഞ്ഞാൽ കോൺഗ്രസ് കയ്യും കെട്ടി നോക്കി നിൽക്കില്ല എന്ന്. ഇങ്ങനെയൊക്കെയാണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിന് നിയമസഭയിൽ എത്തിക്കുക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയൊരു വെല്ലുവിളിയാണ്. അതെന്തുകൊണ്ടാണ് എന്നല്ലേ പറയാം. പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തതോടെ സ്വതന്ത്ര അംഗത്തിൻ്റെ പരിഗണന മാത്രമാണ് രാഹുലിന് നിയമസഭയിൽ ലഭിക്കുക. ഇരിപ്പിട ക്രമീകരണത്തിൽ മാറ്റം വരുത്തണമെങ്കിൽ പാർലമെന്ററി പാർട്ടി രേഖാമൂലം സ്പീക്കറോട് ആവശ്യപ്പെടണം. രാഹുലിനെ തങ്ങളുടെ ബ്ലോക്കിൽ നിന്നും മാറ്റുന്നതിന് സ്പീക്കർക്ക് കോൺഗ്രസ് കത്ത് നൽകുമോ എന്നുള്ളതാണ് ഇവിടെ നിർണായകമാകുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ കത്ത് നൽകണമെന്ന അഭിപ്രായത്തിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയും രാഹുലിനെതിരാണ്. ഇതിനിടെയാണ് ഗ്രൂപ്പും KPCC അധ്യക്ഷനും രാഹുലിന് അനുകൂല നിലപാട് എടുക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണേണ്ടത്. അതായത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കോൺഗ്രസ് 2-2, 4-2, 6 അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഗ്രൂപ്പുകളായി മാറും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇവിടെ മറ്റൊരു വിഷയം കൂടിയുണ്ട്. രാഹുലിൻ്റെ പീഡനത്തിനിരയായി ഗർഭചിത്രം നടത്തിയ യുവതിയുണ്ടെന്നും ആ യുവതിയെ താൻ കണ്ടു എന്നും വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം ഒരു മാധ്യമ പ്രവർത്തക രംഗത്ത് വന്നിരുന്നു. ഈ സാഹചര്യത്തിൽ മാങ്കൂട്ടത്തിനെതിരെ ഏതെങ്കിലും ഇര ബലാത്സംഗ പരാതി നൽകാനുള്ള സാധ്യതയും ഉയരുന്നുണ്ട്. അല്ലെങ്കിൽ ഈ പറഞ്ഞ മാധ്യമപ്രവർത്തകൻ നേരിൽ കണ്ട ആ പെൺകുട്ടി തന്നെ ചിലപ്പോൾ പരാതി നൽകിയേക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പരാതി ലഭിച്ചു കഴിഞ്ഞാൽ പ്രത്യേക അന്വേഷണ സംഘം ഇരയുടെ മൊഴിയെടുക്കാനും ശ്രമിക്കും. അവിടെ മുതൽ ഉറപ്പായും കളിമാറും. ബലാത്സംഗ പരാതി വന്നാൽ മാങ്കൂട്ടത്തിനെ കൊണ്ട് MLA സ്ഥാനം രാജിവയ്പ്പിക്കാൻ കോൺഗ്രസിലെ മറുവിഭാഗവും നീക്കം തുടങ്ങുമെന്നുള്ള കാര്യം
ഉറപ്പാണ്.